തകരുകയല്ല, തകർത്ത് തരിപ്പണമാക്കും. അവളെയും അവളുടെ ആ ചന്ദ്രോത്തും. അവളിവിടെ വരും കാല് പിടിക്കാൻ വേണ്ടി. പക്ഷേ ഒരു കരുണയും പാടില്ല. ഈ കഞ്ഞുകൂടി മുട്ടിക്കൊന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അക്ഷരാർത്ഥത്തിൽ ചന്ദ്രോത്തത് സംഭവിക്കും. പൈസ വരാനുള്ള എല്ലാ വഴികളും ഞാൻ അടയ്ക്കും. അന്നേരം കാല് പിടിക്കാനെത്തും. വരട്ടെ, ആ വരവിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പ്രഭാവതി മാഡം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ. ദൈവം ഇങ്ങനെ ശിക്ഷിക്കരുതായിരുന്നു. ദൈവം ശിക്ഷിച്ചോട്ടെ, അതിനപ്പുറത്തെ ശിക്ഷയാ ഈ ബലരാമൻ കരുതി വച്ചിരിക്കുന്നത്. എന്നെ കരയിപ്പിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല പ്രകാശ്. മോളെ, നീ ഒക്കെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. നിന്റെ ജീവനെടുത്തവരും അതിന് കൂട്ടുനിന്നവർക്കും ഈ ഭൂമിയിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന മോളിലിരുന്ന് എന്റെ മോള് കാണണം. അതിനുവേണ്ടിയാ ഈ അച്ഛന്റെ ഇനിയുള്ള ദിവസങ്ങൾ. ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നമുക്ക് ഗതി കിട്ടാൻ സാധിക്കാത്ത രീതിയിൽ ബലരാമൻ നമ്മളുടെ ലോകം ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. അവസാനം ഈ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായിരിക്കും നമ്മുടെ ജീവിതം. ബലരാമൻ എന്തുമാത്രം നീചനാണെന്ന് എനിക്കിപ്പം മനസ്സിലായി സിദ്ധു. ഞാൻ റീജോയിൻ ചെയ്യാൻ പോകുന്ന മനസ്സിലാക്കി അവിടെയും അയാൾ ബ്ലോക്ക് ചെയ്തു. പക്ഷേ സിദ്ധു, എനിക്കിപ്പോ അയാൾക്കെതിരെ പൊരുതാനുള്ള ആവേശം കൂടുകയാ. കോളേജിൽ ഓഫീസ് റൂമിലിരുന്ന് വേർത്തപ്പോ ഞാൻ മനസ്സുകൊണ്ടെടുത്ത പ്രതിജ്ഞ അത്. ബലരാമനോട് നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല എന്ന്. ഞാൻ പറയുന്നത് കുറച്ചു ദിവസം നമുക്ക് നിശബ്ദത പാലിക്കാനാ. പിന്നെ എങ്ങനെയാ സിദ്ധു? ജീവിത ചെലവെന്നൊരു ചെലവില്ലേ? അതിന് നമ്മൾ എങ്ങനെ കാശ് കണ്ടെത്തും? ആ ദേവിയെ അന്നേ ഇവിടുന്ന് ഓടിച്ചിരുന്നെങ്കിൽ ജീവിതം സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നന്ദനും മീരയും നമ്മുടെ പേരക്കുട്ടികളുമായി ഒരു നല്ല ജീവിതമാ നമ്മൾ നഷ്ടപ്പെടുത്തിയത്. നല്ലത് മനസ്സിലാകാത്ത കുറെ പേര് കൂടി ഒരു കുടുംബമാ തകർത്തത്. ഇനി ആൾക്കാരുടെ മുൻപിൽ കൈ നീട്ടാനും കൂടിയേ ബാക്കിയുള്ളൂ. അതും വൈകാതെ ഉണ്ടായേക്കും.
എസ്തപ്പാനെ, നിന്നെ പോലീസ് ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ? ഇല്ല, ദേവിക മോളുടെ കാര്യമായിരുന്നു അവർക്ക് അറിയേണ്ടത്. അവസാനം പോലീസുകാർക്കത് മനസ്സിലായി. എന്തു സംഭവിച്ചാലും എന്റെ നമുക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. നിമിയോടെ അവള് മുറി കയറി കതവടച്ചിരിക്കുക. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. എന്ത് ചെയ്യണോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നെന്താ മോൾ അങ്ങനെ കാണിക്കാൻ? എനിക്കൊരു അബദ്ധം പറ്റി. നീ എനിക്ക് ഫോൺ ചെയ്തപ്പം നിമ്മിമോൾ എന്റെ അടുത്തുണ്ടായിരുന്നു. നിന്നെ പോലീസ് പിടിച്ചെന്ന് ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. അയ്യോ, ഞാനത് പറഞ്ഞപ്പം നിമ്മിയുടെ ഭാവം മാറി. വല്ലാത്ത രീതിയിൽ മുഖമൊക്കെ അങ്ങ് മാറി. മുറി കയറി കതവടച്ചു. കർത്താവേ, ചതിച്ചല്ലോ. മോളെ, നിമി മോളെ, മോളെ, നിമി മോളെ, മോളെ, അപ്പച്ചനാടി കഥ തുറക്ക് മോളെ. ഞാൻ കുറെ വിളിച്ചതാ എസ്തപ്പാനെ. മോളെ, മോളെ, നിമി മോളെ, 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 അയ്യോ, മോളെ, അപ്പച്ചനാടി എന്റെ മോളെ. കർത്താവേ. നല്ല ചൂടുണ്ടല്ലോ, നേരാ. നല്ല പനിയാണെന്ന് തോന്നുന്നു. എസ്തപ്പാനെ, എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. ദേവികേച്ചി, അപ്പച്ച, ദേവികേച്ചി, ദേവികേച്ചിയെ കാണു. ദേവികേച്ചി, ഞാനേ വണ്ടി വില കിട്ടും നോക്കാം. എസ്തപ്പാനെ, ആ, നമ്മുടെ ആ ലീലാമണി ഡോക്ടറെ വിളിച്ചാ മതി. ആ, മോളെ, മോളെ, മക്കളെ, മോളെ, പോലെ എന്റെ കർത്താവേ, ദേവികേച്ചി. എന്റെ മോക്കൊന്നും വരുത്തല്ലേ. നന്ദു, ഇതിപ്പോ വലിയ വിഷയമായിട്ടെടുത്ത് എല്ലാരും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പ്രഭാൻഡിക്ക് വിഷമമുണ്ട്. അത് മറ്റെല്ലാരും ചേർന്ന് മാറ്റിയെടുക്കണം. ബലരാമനങ്ങള് എല്ലാ തരത്തിലും നമ്മളെ ദ്രോഹിക്കുകയാണല്ലോ. അച്ഛനും അമ്മയും ഇതെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും? ബലരാമൻ അങ്ങളുടെ ദേഷ്യമൊക്കെ മീര ഇവിടെയുള്ളവര് കൊലപ്പെടുത്തിയെന്നുള്ള ധാരണയിലാണല്ലോ. കേസ് അന്വേഷണം കഴിയുമ്പോ എല്ലാം മാറും നന്ദു. നന്ദു ചെന്ന് ആന്റി ഒന്ന് സമാധാനിപ്പിക്കേ. പോയ ജോലിയേക്കാൾ നല്ലത് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേ. ചെല്ല്. ആ ദേവി, നിന്റെ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആണോ? എന്തായിരിക്കും? ഒന്ന് തിരിച്ചു വിളിക്കുന്നെന്തോ. ഞാൻ വിളിക്കാം, പക്ഷെ താൻ സംസാരിക്കാൻ നിൽക്കണ്ട. താൻ എവിടെ എന്താന്നൊക്കെ പറഞ്ഞ് വെറുതെ സീനാക്കണ്ട, കേട്ടല്ലോ? ഹലോ. ആ ഹലോ, നന്ദനാമേ. മോനെ എവിടെയാ? ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. ഓരോരോ തിരക്കുകളായിരുന്നമ്മേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ. എന്താ അമ്മ അത്യാവശ്യമായിട്ട് വിളിച്ചേ? ഇവിടെ മാധവേട്ടനെ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. മോനോട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ കിട്ടിയില്ല. ഓ, അപ്പൊ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ എവിടേക്കാ പോന്നേ? 8-10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാ. ഗുരുവായൂര്, കാടാമ്പുഴ, ആലത്തിയൂര്, തിരുനാവായ, പിന്നെ അതുപോലെയൊക്കെയുള്ള കുറെ അമ്പലങ്ങളില് ദേവിയേക്ക് വേണ്ടി പ്രത്യേക പൂജ നടത്താനാ പോകുന്നത്. അമ്പലത്തിൽ പോകുന്നൊക്കെ നല്ലത് തന്നെ. പക്ഷേ അച്ഛൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. കൈക്ക് പറ്റിയ ഒടിവ് വേറെയും. അതിനിടയിൽ ഇപ്പൊ ഇങ്ങനൊരു യാത്ര വേണ്ടായിരുന്നു. ആ അമ്മ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക. അയ്യോ, മാധവേട്ടൻ പോയിക്കഴിഞ്ഞു. പോയോ? ആ, ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥയാത്രയാ.
ബസ്സിൽ കയറ്റിവിടാൻ ശാരി പോയിരിക്കുക. പോകുന്നതിന് മുമ്പായിട്ടാ മോനെ വിളിച്ചത്. കൂടെയുള്ളവരുടെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ശാരി വരുമ്പോ അതെന്റെ ഫോണിലേക്ക് നയിക്കാൻ പറ, ഞാൻ വിളിച്ചോളാം. ആ ശരി മോനെ. പിന്നെ ദേവിക മോള്? അവള് സുഖമായിരിക്കുന്നമ്മേ. ഇക്കാര്യം ഞാൻ ദേവിയോട് പറഞ്ഞോളാം. ആ ശരി. ശരി എന്നാ. ഈശ്വര, ഇത്ര ദൂരേക്കൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ? ഒറ്റയ്ക്കല്ലല്ലോ, ക്ഷേത്രത്തിൽ തീർത്ഥയാത്ര എന്നല്ലേ പറഞ്ഞത്. എന്നാലും അച്ഛന് തീരെ വയ്യല്ലോ. ദേവിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, നല്ലതിനാണെന്ന് ചിന്തിച്ചാൽ മതി. ആ നമ്പർ കിട്ടിയിട്ട് ഞാൻ വിളിച്ച് അന്വേഷിച്ചോളാം. ആ, ഞാൻ നമ്മെ കണ്ടിട്ട് വരാം. പനിക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. കുറഞ്ഞില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ദേവികേച്ചി, ദേവികേച്ചി, ദേവികേച്ചി. ആരെ കാണണമെന്നാ മോളി പറയുന്നേ? ചേച്ചി, അപ്പച്ച, അപ്പച്ച, ദേവികേച്ചി. ആരാണീ ദേവിയേച്ചി? അല്ല, അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരന്റെ മോളാ. കുറച്ചു ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നു. ദേവികേച്ചി. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കുറച്ച് ദൂരെയാ. നിമ്മിയുടെ അസുഖത്തിന്റെ ചില രീതികള് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവികേച്ചി, ദേവികേച്ചി. മനസ്സിന്റെ സന്തോഷം പ്രധാനമാണ്. എസ്തപ്പാൻ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോ മോൾക്ക് പഴയ ഭീതി വീണ്ടും വന്നു. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അതോടെ ആ അസുഖം ആരംഭിച്ചു. മനസ്സിന്റെ പേടി മാറ്റണം, സന്തോഷം കിട്ടണം. അപ്പച്ച, ദേവികേച്ചി, ദേവികേച്ചിയെ വിളിക്ക്. ഈ ദേവേച്ചി എന്ന് പറയുന്ന കുട്ടിയെ ഒന്ന് വരുത്താൻ പറ്റിയ നിമ്മിക്ക് അതൊരാശ്വാസമാവും തോന്നുന്നു. ചേച്ചി, ചേച്ചി. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാലോ? ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പഴയ മരുന്നുകൾ തന്നെ കൊടുത്താൽ മതി. പറഞ്ഞ പോലെ ആ ദേവി ഒന്ന് മോളെ കാണിക്കുക. ചേച്ചി, എന്തായാലും ഇഞ്ചക്ഷൻ കൊടുക്കാം. മോളെ, മോളെ. അപ്പച്ച, ദേവികേച്ചി വിളിക്ക്. അമ്മേ. ആ എന്തായി മോളെ, അവര് പുറപ്പെട്ടോ? ആ പുറപ്പെട്ടു. പക്ഷേ അച്ഛനെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. പൂജയും വഴിപാടും ഒക്കെ പിന്നീട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയാൽ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛന് തീരെ വയ്യമ്മേ. ബസ്സിലാണേ വല്ലാത്ത പ്രയാസപ്പെട്ടാ കയറിയത്. എനിക്ക് വിഷമം തോന്നി. ഒന്നാമതേ നമുക്ക് കഷ്ടകാല. അതിനിടയില് വയ്യാതെ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് എന്തെങ്കിലും വരുത്തി വെച്ചാലോ? എന്നാ പിന്നെ ഇത് നീ ഇന്നലെ പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് തിരിച്ചിങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നില്ലേ? ഞാൻ വിളിച്ചതാ. ദൈവദോഷം പറയരുതെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. നന്ദനും യാത്ര വേണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. നന്ദേട്ടനെ കിട്ടിയോ? നന്ദൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പിന്നെ ദേവീച്ചയുടെ കാര്യം എന്തേലും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. സുഖമായിട്ടിരിക്കുന്നു മാത്രം പറഞ്ഞു. പറയാനൊന്നും കാണില്ല. അതായിരിക്കും പറയാത്തത്. ആ അമ്പലത്തിലെ സെക്രട്ടറിയുടെ നമ്പർ നന്ദമോൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോളാന്ന്. ഇപ്പൊ തന്നെ അയച്ചേക്കാം.
ശരീരം മറന്നിട്ടായാലും മാധവേട്ടൻ നടത്തുന്ന തീർത്ഥാടനം ചിലപ്പോ ദേവിമോക്ക് ഈശ്വരാധീനം ഉണ്ടാക്കിയേക്കും. ഒരു കുഴപ്പവും ഉണ്ടാവാതെ എന്റെ മോള് തിരിച്ചു വന്നാ മതിയായിരുന്നു. അച്ഛാ, കോളേജിൽ എന്നോടൊപ്പം പഠിച്ച ജോർജ് ഞാനിപ്പോൾ വിളിച്ചിരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അവനോട് ഞാൻ പറഞ്ഞു. അവന്റെ പപ്പയ്ക്ക് മൂന്നാറും പൂപ്പാറയൊക്കെ ടീ എസ്റ്റേറ്റ് ഉണ്ട്. മാനേജർ പോസ്റ്റിലൊരു ജോബ് തരാമെന്ന് അവൻ പറഞ്ഞത്. ഞാനും ദേവിയും കൂടി അങ്ങോട്ട് മാറിയാലെന്ന് ആലോചിക്കുന്നത്. ഇവിടുന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അടച്ചിട്ടിരിക്കുന്ന ദേവികയെ നീ മൂന്നാറിന് കൊണ്ടുപോകും അല്ലേ? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നീ ജോലിയൊന്നും തേടി പോകണ്ട. അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കാം. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ബൽരാമൻ അങ്കിളിന്റെ ഇടപെടലും കൊണ്ടാ സ്വന്തം പോലെ കണ്ട കോളേജിൽ നിന്ന് പറഞ്ഞയച്ചത്. വല്ലാത്ത മാനസികാവസ്ഥയില ഇപ്പൊ അമ്മ. എനിക്കതറിയാം. തിരിച്ചടികൾ നേരിടണം. ഇതിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടാ അമ്മ ഇങ്ങനെ തോറ്റുപോകുന്നത്. അച്ഛനെന്ന് അമ്മയെ ആശ്വസിപ്പിക്കേ. ചെല്ലച്ച. പ്രഭ, തളർന്നു പോകുന്ന പല നിമിഷങ്ങളിലും ഞാൻ തന്നെ മാതൃകയാക്കാറുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും തല ഉയർത്തി തന്നെ നിൽക്കണമെന്ന തന്റെ വാശിയുണ്ടല്ലോ, അതൊരു മോട്ടിവേഷന്. താനെന്നും അങ്ങനെ തന്നെ ആവണോടോ. എന്നെ വീഴ്ത്തിയതുപോലെ തന്നെയും വീഴ്ത്തിയെന്ന് ബലരാമൻ അഹങ്കരിക്കരുത്. അതെ അമ്മേ, അമ്മ ഇങ്ങനെ തോറ്റുപോയതുപോലെ നിൽക്കല്ലേ. അമ്മ ഈ ഭാവത്തിൽ കാണുമ്പോ സങ്കടം വരിക. എന്റെ സങ്കടം തുടങ്ങുന്നത് നിന്റെ ധിക്കാരത്തിൽ നിന്നാ നന്ദ. ആരെയും അറിയിക്കാതെ തന്നിഷ്ടപ്രകാരം ഒരുത്തിയെ താലി കെട്ടിയ അന്നു മുതൽ ഇന്നു വരെ, ഈ നിമിഷം വരെ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണക്കാരിയായ അവളെ നിയമത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചിരുന്നെങ്കിൽ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നിറങ്ങിയ ഞാൻ നേരെ ബലരാമന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമായിരുന്നു. തല ഉയർത്തി തന്നെ. ശത്രുക്കൾ മാത്രമല്ലല്ലോ, കൂടെ നിൽക്കുന്നവരും തോൽപ്പിക്കുകയല്ലേ. എസ്തപ്പേട്ടനെ വിളിക്കുന്നേ. ആ ഹലോ എസ്തപ്പേട്ട, ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിലെപ്പോഴാ എത്തിയേ? ആ നിമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സാറേ, നിമ്മിയുടെ കാര്യം പറയാനാ വിളിച്ചേ. എന്താ എസ്തപ്പേട്ട? നിമ്മിക്ക് തീരെ സുഖമില്ല സാറേ. എന്താ, എന്തു പറ്റി? പനിയുണ്ട്, വേറെയും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്റെ മോൾ ആകെ ആവശ്യമായി കിടക്കുക സാറേ. കാണാൻ വയ്യ സാറേ, ആഹാരവും കഴിക്കുന്നില്ല. ആശുപത്രി കൊണ്ടുപോയില്ലേ?
അതിന്റെ ആവശ്യമില്ലെന്നാ ഡോക്ടർ പറയുന്നത്. അവളുടെ രോഗത്തിന് കുറവ് വരണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ എന്ന്. എന്താ ദേവിക മോളെ കാണണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.